ഹലോ, ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ആലിയ ഭട്ടിൻ്റെ സ്പെഷ്യൽ കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സാധാ ട്രസ്ലെച്ചസ് തന്നെ, പക്ഷേ ആലിയ ഭട്ട് കഴിച്ചപ്പോൾ അത് ആലിയ ഭട്ട് സ്പെഷ്യൽ കേക്കായി മാറി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഓവൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസും സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 മുട്ടയാണ്. അത് ചെറുതായതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. ലാർജ് ആണെങ്കിൽ 4 മതി കേട്ടോ. ഇനി നമ്മുടെ ഈ എഗ്ഗ് വൈറ്റിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടില്ല, കാരണം ഇനി ഇതിലേക്ക് ഷുഗർ മിൽക്കൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ അത്രയാകുമ്പോൾ ഒരുപാട് മധുരമായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മധുരം ഒന്ന് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ എഗ്ഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മിൽക്ക് ഫ്ലേവറുള്ള എസൻസും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ്, അത് നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ്. പക്ഷെ ഞാൻ അത് ഇടുന്നത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അത് വിട്ടിട്ട് നന്നായിട്ട് ടീസ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ എഗ്ഗ് വൈറ്റിലേക്ക് ഈ മിക്സ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒരുമിച്ച് ഒറ്റയടിക്ക് ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഞാൻ ഓയിൽ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതിലായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ച് മാറ്റി വെച്ചത് അത് കുറേശ്ശെ ഇട്ടിട്ട് നമ്മുടെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരുപാട് ഹൈറ്റ് വരത്തക്ക രീതിയിലല്ല ഇത് ഉണ്ടാക്കേണ്ടത്. ഒരു പരന്ന ഷേപ്പിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു 20 മിനിറ്റ്സാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. 20 മിനിറ്റ്സിനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. 15 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ കേക്ക് ചൂടാറാനായിട്ട് നമ്മുടെ കേക്ക് റാക്കിൽ വെച്ചു. അങ്ങനെ അത് കേക്ക് ചൂടാറിയിട്ട് അതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്താണെന്നുള്ളത്. അടിപൊളി കേക്കായിരുന്നു. അതിൻ്റെ മുരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ. വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. സാധാരണ നോർമലി വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനൊരു കേക്ക് പാത്രത്തിൽ വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്തായിരുന്നു. കാരണം നമ്മുടെ മിൽക്ക് ഒഴിക്കുന്നതുകൊണ്ട് ആ മിൽക്ക് എല്ലായിടത്തും ഒന്ന് ചെല്ലാനായിട്ടാണ് ഞാനിങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തത്. അതിനുശേഷം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കേക്കിൻ്റെ മെയിൻ ഐറ്റത്തിലേക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പാല്, ഫ്രഷ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ക്രീം 1 കപ്പ്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിവിടെ പാലുണ്ടാക്കിയെടുക്കുന്നത്. ഈ പാലിന് പകരം ഇവാബറേറ്റഡ് മിൽക്ക് എടുക്കാം. അതുപോലെ ഫ്രഷ് ക്രീമിന് പകരം സാധാ വിപ്പിംഗ് ക്രീം എടുക്കാം. അതിനൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇപ്പോൾ ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്രഷ് ക്രീം ഫ്രിഡ്ജിലായിരുന്നതുകൊണ്ട് ഒരുപാട് കട്ടകളുണ്ടായിരുന്നു. അപ്പോൾ കട്ടകളും അതുപോലെ തന്നെ ഈ പാലിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് മിക്സ് ആവാനായിട്ട് ഞാൻ ബീറ്റർ വെച്ചൊന്ന് കറക്കിയെടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ പത വന്നിട്ടുള്ളത്. അതിന് നമ്മൾ കുത്തി കൊടുത്ത കേക്കിലേക്ക് ഈ പാല് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ആ കേക്ക് അതിൽ നിന്ന് കുതിരണം. ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന പാൽ അപ്പം തന്നെ അതിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ 1/2 കപ്പ് ബീറ്റ് ചെയ്തിട്ട് മുന്നേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ആ ഒരു തീമിൽ വരണമെങ്കിൽ ഇതിൽ മെയിൻ ഐറ്റം സ്ട്രോബെറി ഡെക്കറേഷനാണ്. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. ബ്ലൂബെറിക്ക് പകരമാണ് കേട്ടോ ഞാനിവിടെ ബ്ലാക്ക് റൈസൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഇവരുടെ റിയാക്ഷൻസാണ് ഞാൻ നിങ്ങൾ കാണാൻ പോകുന്നത്, ഏട്ടൻ്റെയും മക്കളുടെയും. അതുപോലെ തന്നെ നമ്മുടെ ഇതൊരു ട്രസ്ലെച്ചസ് ആണ് ഈ കേക്ക്. പിന്നെ ആലിയ ഭട്ട് കഴിച്ചതുകൊണ്ട് ഇത് വീണ്ടും ട്രെൻഡിങ്ങിൽ വന്നിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ പാലിൽ ആ കേക്ക് അബ്സോർബായിട്ട് കുതിർന്നിട്ട് അതിന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. അതുമാത്രമല്ല, പിന്നെ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വീണ്ടും പാൽ ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ആ കേക്കിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും മധുരമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ അടിപൊളി കേക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആണ്. അത്ര ടേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആലിയ ഭട്ട് സ്പെഷ്യൽ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.